നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വികസനത്തിനായി പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. തിരുവല്ലയിൽ NDA പ്രചരണത്തിൽ പങ്കെടുത്ത് മോദി. LDFനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇല്ലാതാകുമെന്നും ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് വർഗീയതയുടെ അദൃശ്യകരമാണെന്നും രാഹുൽ ഗാന്ധി. കുട്ടനാടിന് അഭികാമ്യം പ്രാദേശിക കുടിവെള്ള പദ്ധതികളെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും KCV ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ട് നോട്ടത്തിൽ പങ്കെടുത്ത് റജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിൽ LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞെന്നും ഇവിടെ NDA സർക്കാർ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവല്ലയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിനായി പറ്റുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശനിയാഴ്ച 3:30 ചങ്ങനാശ്ശേരി NSS കോളേജിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മോദി 10 കിലോമീറ്ററോളം റോഡ് മാർഗം സഞ്ചരിച്ചാണ് തിരുവല്ലയിലെ പൊതുസമ്മേളന വേദിയിൽ എത്തിയത്. വഴിയിലുടനീളം വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. പല സ്ഥലത്തും വാഹനം നിർത്തി ജനങ്ങൾക്ക് നേരെ കൈവീശിയാണ് പ്രധാനമന്ത്രി തിരുവല്ലയിലേക്ക് എത്തിയത്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വേദിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. തിരുവല്ലയിലെ പൊതുസമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും. LDFനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇല്ലാതാകുമെന്ന് രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ പറഞ്ഞു. ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് വർഗീയതയുടെ അദൃശ്യകരമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. There's a reason he's sitting here. അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. It is not that he has suddenly changed his way of thinking. അദ്ദേഹം ചിന്തിക്കുന്ന ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് വർഗീയതയുടെ അദൃശ്യകരമാണ്. കേരളത്തിൽ BJP-CPM ബന്ധമുണ്ട്. കേരളത്തിൽ BJP-CPM ബന്ധമുണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇടതുപക്ഷത്ത് 2 വിഭാഗം നേതാക്കളാണ് ഉള്ളത്. അവസരവാദ നിലപാടുള്ള നേതാക്കൾ ഒരു വിഭാഗം. BJP എന്നല്ല, അവർക്ക് ആരുടെ സഹായം നേടിയാലും പ്രശ്നമില്ല, എങ്ങനെയും അധികാരത്തിലെത്തിയാൽ മതി. ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് അടുത്ത വിഭാഗം. അവർ വഞ്ചിക്കപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല. ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും സഹായിക്കുകയാണ് മോദിയുടെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് ഇടതുപക്ഷം BJPക്ക് വെല്ലുവിളിയാവില്ലെന്ന് മോദിക്ക് അറിയാമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കുട്ടനാടിന് പ്രാദേശികമായ കുടിവെള്ള പദ്ധതികളാണ് അഭികാമ്യമെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ. KCV ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ട് നോട്ടത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേയ്മെന്റ് സീറ്റ് ആരോപണത്തെ തള്ളിയ റജി ചെറിയാൻ UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പറഞ്ഞു. കുട്ടനാട് ടൂറിസം എന്ന് പറയുമ്പം ശരിയാണ്, ലോക ഭൂപടത്തിൽ സ്ഥാനവും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ടൂറിസ്റ്റ് വന്നാൽ അടുത്ത ദിവസം അവരെന്ത് ചെയ്യും? എന്താണ് കുട്ടനാട്ടിൽ കാണാനുള്ളത്? നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ കുട്ടനാടിനെ ടൂറിസത്തിനെ മാറ്റണം. ഈ കായലും തോടുകളും എല്ലാം നമുക്ക് ഉപയോഗിക്കണം. യാത്ര ചെയ്തു വരുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ പായൽ കയറി കിടക്കുന്നു, കുറേ സ്ഥലങ്ങളിൽ അടി പോയി തട്ടുന്നു, അല്ലേ? കുറേ സ്ഥലങ്ങളിൽ പണ്ട് കാലത്ത് എളുപ്പം ചെയ്ത കുറേ കോവേണി പാലങ്ങളുണ്ട് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിനെ സമഗ്രമായ ഒരു മാറ്റം, ഞാൻ ഹൗസ് ബോട്ട് മേഖല തന്നെ നമുക്കെടുക്കാം. 1200 പരം ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് കണക്ക്. ഈ ഹൗസ് ബോട്ട് 6 മണിയാകുമ്പോൾ മാറ്റിയിടും, പിന്നെ ഓടില്ല. നമ്മുടെ റോഡ് അറിയാമല്ലോ, കഷ്ടപ്പെട്ട് ഓടി 3, 4, 5 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഹൗസ് ബോട്ടേ കയറി 6 മണിക്ക് അത് മാറ്റിയിടും. അവർ പിന്നെ കൊതുവിൻ്റെ കടിയും കൊണ്ടിരിക്കണം. അപ്പം അതിനൊരു മാറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഹൗസ് ബോട്ടുകൾ 10 മണി വരെ ഓടണം. ടൂറിസം മേഖലയ്ക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഭരണ സംവിധാനങ്ങൾക്കാകണം. പ്രത്യേകം ട്രാക്കുകൾ സജ്ജീകരിച്ചാൽ ഹൗസ് ബോട്ടുകൾക്ക് രാത്രി 10 മണിവരെയും സർവീസ് നടത്താം. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ രാഷ്ട്രീയത്തിനതീതമായി കർഷകരുടെ കൂട്ടായ്മ ശക്തി പ്രാപിക്കണമെന്നും റജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു.
KCV ന്യൂസ് എഡിറ്റർ VR വിനോദുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം 9 മണിക്കുള്ള വാർത്തയ്ക്ക് ശേഷം കാണാം. രാവിലെ 8:30-നും 11-നും വോട്ടുനോട്ടം പുനഃസംപ്രേഷണം ചെയ്യും. വയനാട് ഫണ്ടിൽ കോൺഗ്രസ് പിരിച്ച തുകയ്ക്ക് കണക്കുകളുണ്ടെന്നും അത് KPCC പറയുമെന്നും KC വേണുഗോപാൽ MP. എന്ത് ചോദ്യം ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടിയുണ്ട്. വീട്ടിൽ പോയി ചോദിക്കാൻ പറയില്ല എന്നും KC പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസിൽ ഇപ്പം നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം രൂപപ്പെടുന്നത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നല്ല അത് നടക്കുന്നത്. അതെയാ. അപ്പൊ അത് അക്കാര്യത്തിൽ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് ഒരുപാട് കളങ്കിതരായ വ്യക്തികൾ അപ്പുറത്തുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ശിക്ഷിക്കപ്പെട്ടവരല്ല. അല്ല, ഞാൻ രാഹുൽ മാവട്ടത്തിൽ ശിക്ഷിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു രാഹുൽ മാവട്ടത്തിലെ പാർട്ടിന്ന് പുറത്താക്കിയില്ലേ? രാഹുൽ മാങ്കൂട്ടം പ്രചരണം നടത്തുന്നതിന് കുഴപ്പമില്ലെന്നും രാഹുലിന്റെ പശ്ചാത്തലം കോൺഗ്രസ് രാഷ്ട്രീയമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പ്രകടന പത്രികയിലും അതുതന്നെ ആവർത്തിക്കുന്നു. എല്ലാം തട്ടിപ്പാണ്. 2021 പ്രകടന പത്രികയിലെ പെൻഷൻ തുക ഇപ്പോഴും നൽകാനായിട്ടില്ല. 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനി ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറയുന്നതെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ ബാലറ്റിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അവ്യക്തമായി പ്രിന്റ് ചെയ്തതായി പരാതി. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് K. തോമസ് ആണ് ചിഹ്നം വ്യക്തമല്ലാത്തതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറാക്കിയ ബാലറ്റ് പേപ്പറിലാണ് ചിത്രം വ്യക്തമല്ലാതെ പ്രിന്റ് ചെയ്തതായി തോമസ് K. തോമസ് MLA പരാതി നൽകിയത്. ചിഹ്നം വ്യക്തമല്ലെന്നും ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തോമസ് K. തോമസ് റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. ഞാനിപ്പോൾ RO ആയിട്ട് സംസാരിച്ചിട്ട് വരികയാണ്. കാരണം NCP SP-യുടെ ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യൻ അതിൻ്റെ ക്ലാരിറ്റി വളരെ കുറവാണ്. അത് എലത്തൂരും കുട്ടനാട്ടും പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്തും അതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ശരിക്കും അത് കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് അതിന് അടിയന്തരമായ ഒരു പരിഹാരം കാണണം. കാരണം ആ രീതിയിൽ കാരണം എല്ലാ ആൾക്കാരും ചിലപ്പം പിന്നെ വായിക്കാൻ പറ്റാത്തവരായിരിക്കും. ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കൺഫ്യൂഷനിലേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ചിഹ്നം ഇച്ചിരി കൂടെ വലുതാക്കി ചെയ്യണം എന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി. 8 ചിഹ്നങ്ങളിലും ഏറ്റവും ക്ലാരിറ്റി കുറവുള്ള ചിഹ്നം ഇതാണ്. കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്നുള്ള ചിഹ്നമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുട്ടനാട് വനിതാ സംഗമം മാമ്പുഴക്കരി സത്യവ്രത സ്മാരക ഹാളിൽ നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയ ധാവളെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Everywhere in the country, land is being snatched away, being taken away, and farmers are becoming landless. That is not the situation here. Here, farmers are being promoted, are being helped, are being able to make their lives better. This is the difference between the rest of the country and between Kerala. കുട്ടനാട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം P. കമലാദേവി അധ്യക്ഷത വഹിച്ചു. സന്ധ്യ രമേശ്, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, KG രാജേശ്വരി, ശോഭന ഉദയകുമാർ, സുലോചന തമ്പി, M. കൃഷ്ണലത, MV പ്രിയ, KL ബിന്ദു, ലതിക സുഭാഷ്, മറ്റ് വനിതാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. പെസഹ ദിനത്തിൽ തലവടി സ്വദേശി കുഞ്ഞച്ചാമ്മയ്ക്ക് ലഭിച്ചത് ഇരട്ട ഭാഗ്യം. വേസ്റ്റ് കൊട്ടയിൽ കളഞ്ഞ കാരുണ്യ ലോട്ടറി ടിക്കറ്റിന് 1ാം സമ്മാനമായി 1 കോടി രൂപ നേടി. സമ്മാനാർഹമായ ടിക്കറ്റിനൊപ്പം എടുത്ത മറ്റൊരു ടിക്കറ്റിന് പ്രോത്സാഹന സമ്മാനമായി 5000 രൂപയും ലഭിച്ചു. കൊച്ചമ്മനം ജംഗ്ഷന് സമീപം പെട്ടിക്കട നടത്തുന്ന തലവടി പഞ്ചായത്ത് 15ാം വാർഡിൽ മംഗലത്ത് കുഞ്ഞച്ചാമ്മയ്ക്കാണ് ഇരട്ട ഭാഗ്യം ലഭിച്ചത്. കോതപ്പുഴശ്ശേരി ജോർജ് കുട്ടി വിറ്റ കാരുണ്യ ഭാഗ്യക്കുറിയുടെ 2 ടിക്കറ്റ് കുഞ്ഞച്ചാമ്മ വാങ്ങിയിരുന്നു. വ്യാഴാഴ്ചത്തെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ടിക്കറ്റിന്റെ നമ്പർ കുഞ്ഞച്ചാമ്മ പരിശോധിച്ചെങ്കിലും 5000 രൂപയുടെ പ്രോത്സാഹന സമ്മാനം മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. 1ാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് കളഞ്ഞിരുന്നു. 1ാം സമ്മാനം അടിച്ച വിവരം കുഞ്ഞച്ചാമ്മയുടെ സഹോദരൻ അറിയിച്ചതിനെ തുടർന്ന്
രാത്രിയിൽ ഇരുവരും കടയിലെത്തി ലോട്ടറി ടിക്കറ്റ് തപ്പി വേസ്റ്റ് ബോക്സിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കൊച്ചമനം ജംഗ്ഷന് സമീപം ചെറുകിട കച്ചവടം നടത്തിയാണ് കുഞ്ഞച്ചാമ്മ ഉപജീവനം തേടിയിരുന്നത്. പെസഹ ദിനത്തിൽ ഭാഗ്യദേവത കടാക്ഷിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലാണ് കുഞ്ഞച്ചാമ്മ. എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. ആരുടെ എടുക്കുന്നത്? അങ്ങനൊന്നും ഇല്ല, എല്ലാരും മരുന്നവര് കണ്ടെടുക്കും. ഇതൊരു മിനിഞ്ഞാന്ന് സന്ധ്യയ്ക്ക് എടുത്തത് 3 കൊണ്ടുവന്നതാ. അത് 3 ഞാൻ എടുക്കാൻ അറിയാൻ പറഞ്ഞു, വേണ്ട 2 എടുത്ത അടിച്ചില്ലേ എന്നെ, അയ്യോ അതുകൊണ്ട് ഈ തന്നേരെന്ന് പറഞ്ഞൊന്ന് മേടിച്ചോണ്ട് പോയതാ. ചിന്മയ മിഷൻ 75-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ചിന്മയ അമൃതയാത്രയ്ക്ക് സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരി ചിന്മയ സെന്ററിലാണ് സ്വീകരണ യോഗം നടന്നത്. ഡിസംബർ 31 പൂനെയിലെ ചിന്മയ വിഭൂതി ആശ്രമത്തിൽ നിന്നുമാണ് ചിന്മയ അമൃതയാത്ര ആരംഭിച്ചത്. 2026 ഒക്ടോബർ 23 ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് യാത്രയുടെ സമാപനം. 295 ദിവസങ്ങൾ കൊണ്ടാണ് തീർത്ഥയാത്ര സമാപിക്കുന്നത്. ചിന്മയ മിഷൻ പ്രസിഡന്റ് KPC ഉണ്ണിത്താൻ, സെക്രട്ടറി ബീന പ്രസാദ്, സംഘാടക സമിതി കൺവീനർ പ്രൊഫസർ PR കേശവചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുളുങ്കുന്ന് തളിത്തറ ശ്രീഭദ്ര ദേവി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വെള്ളിയാഴ്ച ആരംഭിച്ചു. ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെ നടക്കും. പുളുങ്കുന്ന് തളിത്തറ ശ്രീഭദ്രദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ആരംഭിച്ചു. ഏപ്രിൽ 2 വൈകിട്ട് 5 മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ പ്രതിഷ്ഠാ ഘോഷയാത്ര നടന്നു. കുളങ്ങര ഇല്ലം ബ്രഹ്മശ്രീ വിഷ്ണു വാമനൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന, വൈകിട്ട് 7 യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപ പ്രകാശനം എന്നിവ നടന്നു. ബാംഗ്ലൂർ SNDP യൂണിയൻ കൗൺസിലറും മാതൃകൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ S അജിമോൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സാബു ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പന്തളം ഗോപകുമാറാണ് സപ്താഹയജ്ഞത്തിൽ യജ്ഞാചാര്യൻ. തലവടി ആനപ്രമ്പാൽ ശ്രീ മുത്താരമ്മൻ കോവിലിലെ തിരുവുത്സവം മഞ്ഞൾ നീരാട്ടോടെ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്ന മഞ്ഞൾ നീരാട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഏപ്രിൽ 1, 2, 3 തീയതികളിലായി ഭാഗവത പാരായണം, കാപ്പുകെട്ട്, കുംഭകുടം എഴുന്നള്ളിപ്പ്, ശക്തികരകം എഴുന്നള്ളത്ത്, സംഗീതാർച്ചന, പൊങ്കാല, മഞ്ഞൾ നീരാട്ട് എന്നീ വിശേഷാൽ ചടങ്ങുകളോടെയായിരുന്നു തിരുവുത്സവാഘോഷങ്ങൾ. സമാപന ദിവസമായ ഏപ്രിൽ 3 വെള്ളിയാഴ്ച നിർമ്മാല്യ ദർശനത്തോടെയാണ് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഗണപതി ഹോമവും മുത്താരമ്മയ്ക്ക് പൊങ്കാലയും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 10 ഭക്തി നിർഭരമായ മഞ്ഞൾ നീരാട്ട്. മഞ്ഞൾ നീരാട്ടിന് ശേഷം പ്രസന്ന പൂജ, സമൂഹസദ്യ എന്നിവയോടെയാണ് ഈ വർഷത്തെ തിരുവുത്സവം സമാപിച്ചത്. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ V വാമനൻ നമ്പൂതിരി, മേൽശാന്തി MP വിഷ്ണു നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ LDF സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വികസനത്തിനായി പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. തിരുവല്ലയിൽ NDA പ്രചരണത്തിൽ പങ്കെടുത്ത് മോദി. LDFനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇല്ലാതാകുമെന്നും ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് വർഗീയതയുടെ അദൃശ്യകരമാണെന്നും രാഹുൽ ഗാന്ധി. കുട്ടനാടിന് അഭികാമ്യം പ്രാദേശിക കുടിവെള്ള പദ്ധതികളെന്ന മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും KCV ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ട് നോട്ടത്തിൽ പങ്കെടുത്ത് റജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.